ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫോൺ മാനിയ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വേഴ്സസ് നമ്മുടെ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ നമ്മുടെ Mi 11Xന് നമ്മുടെ റിയൽമി GT മാസ്റ്റർ നല്ല കിഡ്ലോസ്കി ഓഫേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ഫോൺസും 19,999 അവൈലബിൾ ആണ് ഗൈസ്. സോ ഇതിൽ ഏതാണ് വെർത്ത്? ദാറ്റ് മീൻസ് ഒരു 20K നിങ്ങളൊരു ഫ്രഷ് ഫോൺ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏതാണ് വെർത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ Mi 11X 5G. സോ ഞാൻ റാപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ Mi 11X ആൻഡ് റിയൽമി GT മാസ്റ്റർ എടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിയൽമി GT മാസ്റ്റർ. സോ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ Mi 11X വേഴ്സസ് റിയൽമി GT മാസ്റ്ററിൽ ഈ പ്രൈസ് 19,999 ഈ പ്രൈസിൽ ഏതാണ് ഏറ്റവും അടിപൊളി എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ് ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്ന ആസ്പെക്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈൻ ആസ്പെക്ട് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ Mi 11X നമുക്ക് നോക്കാം. സോ Mi 11X വെച്ചൊരു ഗ്ലാസ് ബാക്ക് തന്നെയാണ് വരിക. അത് മീൻസ് അത്യാവശ്യം ഒരു ഷൈനി ഗ്ലോസി ബാക്കാണ്, പക്ഷേ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ്സ് വരിക. കണ്ടോ, അതേ കണ്ടോ, ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ്സ് പട്ടപ്പട്ടേന്ന് വരുന്ന ഒരു ബാക്കാണ് വരുന്നത്. ആൻഡ് മീൻ വൈൽ നമുക്ക് ഇത് നോക്കുവാണെങ്കിൽ കണ്ടോ, ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ്സ് ലെതർ ബാക്കാണ്. ഇത് വീഗൻ ലെതർ വോയേജർ ഗ്രേ എന്ന് പറഞ്ഞ ഒറ്റ കളറിന് മാത്രമാണ് ഈ ഒരു വീഗൻ ലെതറിന്റെ ബാക്ക്. ബാക്കി ലൂണ വൈറ്റ് ആസ് വെൽ ആസ് കോസ്മോസ് ബ്ലാക്കിന് ജസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ബാക്കാണ് വരുന്നത്. സോ ഇതിൽ രണ്ടിൽ ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ വൈസ്, ദാറ്റ് മീൻസ് ആ ഡിസൈൻ ഒരു യൂണിക്നെസ് ഒക്കെ ഉള്ളത് കാരണം ഞാനൊരു പോയിന്റ് ഇതിനാണ് നമ്മുടെ റിയൽമി GT മാസ്റ്റർ ആണ് കൊടുക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ സോർട്ട് ഓഫ് ഒരു നോർമൽ ഗ്ലാസ് ബാക്ക് നമ്മൾ കണ്ടിട്ട് ഒരു രീതി തന്നെയാണ്. ബട്ട് ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ട് അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇച്ചിരി എന്താ പറയുക, കുറച്ചും കൂടി ഇതിന്റെ വെയിറ്റ് മീൻസ് നമ്മുടെ ഈ വോയേജർ ഗ്രേക്ക് വരുന്നത് വെച്ചാൽ 180 grams ആണ് വോയേജർ ഗ്രേക്ക് വരുന്നത്. ഇത് ഇച്ചിരി കൂടി വെയിറ്റ് കൂടുതലാണ്, 196 grams വരുന്നത്. സോ ഇച്ചിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോൺ വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതൊരു വലിയ മാറ്റർ അല്ല. ബട്ട് ഇതിന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ലൂണ വൈറ്റിനും നമ്മുടെ കോസ്മോസ് ബ്ലാക്കിനും ജസ്റ്റ് ഇച്ചിരി കൂടെ തിക്നെസ് കുറവാണ്. ഇതിപ്പോൾ 8.7 ഉണ്ടെങ്കിൽ മറ്റേത് 8 mm ഉള്ളൂ. അത് 174 grams ആണ് വെയിറ്റ് ഉള്ളൂ മറ്റേതിന്. ആൻഡ് ഇതെന്ന് വെച്ചാൽ 7.8 നല്ല സ്ലിം ആട്ടോ നമ്മുടെ Mi 11X കേട്ടോ. 7.8 വേഴ്സസ് 8.7 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രണ്ടും അത്യാവശ്യം കംഫോർട്ടാണ്, കൈ പിടിക്കാനൊക്കെ ആണെങ്കിൽ കണ്ടോ, രണ്ടും കുറച്ചും കംഫോർട്ടാണ്. രണ്ടിനകത്ത് കാരണം ഈ റൗണ്ടഡ് എഡ്ജസ് ആണ് നമുക്ക് കയ്യിൽ നല്ല കംഫോർട്ടായിട്ട് പിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇത് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, നമ്മുടെ മൈക്ക്, നമ്മുടെ ഡാറ്റ കേബിൾസിൻ്റെ സ്ലോട്ട് USB Type-C ആൻഡ് നമ്മുടെ സ്പീക്കർ ഗില്ല് ഒറ്റ സ്പീക്കർ ഗില്ലേ വരുന്നുള്ളൂ. പിന്നെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, പിന്നെ വോളിയം അപ്പ് ഡൗൺ, നമ്മുടെ സിം ഇജക്ടർ ട്രേ ആൻഡ് നമ്മുടെ പവർ ബട്ടൺ. ഓക്കെ, ആൻഡ് നമ്മുടെ ക്യാമറാസ് ബാക്കിൽ ആൻഡ് നമ്മുടെ Mi 11X നോക്കുവാണെങ്കിൽ നമ്മുടെ സ്പീക്കർ ഗില്ല്, നമ്മുടെ സിം കാർഡ് ട്രേ, ചാർജിങ് പോർട്ട്, മൈക്ക് 1 ആൻഡ് ഇതാണ് നമ്മുടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. പ്ലസ് നമ്മുടെ വോളിയം റോക്കേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒന്നുമില്ല, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. ആൻഡ് ഇവിടെ നമുക്കിത് മറ്റേ നമ്മുടെ സ്പീക്കർ ഗിൽസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ടോപ്പിൽ ഒരു IR ബ്ലാസ്റ്റർ കൂടെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ സെഗ്മെന്റിൽ അത്യാവശ്യം മിസ്സിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് IR ബ്ലാസ്റ്റർ. ദെൻ ഒരു സംഭവം എന്താ, നമ്മുടെ ഓഡിയോ സൂം ഫീച്ചർ എന്നൊരു സംഭവം. ദാറ്റ് മീൻസ് നമ്മൾ ട്രിപ്പിൾ മൈക്ക് അറിയാം നമ്മുടെ ബാക്കിൽ കൊടുത്തേക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് ഇട്ട് വീഡിയോ വഴി ഫോക്കസ് ചെയ്യുമ്പോൾ അത്രയും സൂമിങ് ചെയ്യുവാണെങ്കിൽ ആ ഏരിയയിലെ സൗണ്ട് കുറച്ചും കൂടെ കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചറുകൾ വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഡിസൈൻ ഒരു പോയിന്റ് നമ്മുടെ റിയൽമി GT മാസ്റ്റർ ഈ വോയേജർ ഗ്രേ ആണെങ്കിൽ മാത്രം ഈ ഡിസൈൻ എന്തിനു കൊടുക്കും, കാരണം യുണീക്ക് ആൻഡ് ഐ ക്യാച്ച് ഡിസൈൻ ആണ്. ബട്ട് ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി കൊടുക്കുന്നത് നമ്മുടെ Mi 11X ആണ്. ബിക്കോസ് ഇതിന്റെ ഗ്ലാസ് ബാക്ക്, ഗ്ലാസ് ഫ്രണ്ട്, രണ്ടിനും കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആട്ടോ വരുന്നത് ഫ്രണ്ടിൽ. ആൻഡ് ബാക്കിലത്തെ കാര്യമാണ് വരുന്നത്. പിന്നെ ഒരു പ്രീമിയം ഫിനിഷിംഗ് കുറച്ചും കൂടെ കിട്ടുന്നുണ്ട് നമ്മുടെ ഡിസൈൻ നോക്കുവാണ്. പിന്നെ അത് മാത്രമല്ല IP53 റേറ്റിംഗും കൂടെ വരുന്നുണ്ട് നമ്മുടെ Mi 11X-ൽ. ഓക്കെ, സോ കുറച്ചും കൂടെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ Mi 11X. സോ നമുക്ക് ഇതിൻ്റെ രണ്ടും നമുക്കൊന്ന് ബൂട്ട് ചെയ്തിട്ട് ഇനിഷ്യൽ സെറ്റപ്പും ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ സെറ്റ് ചെയ്ത് തിരിച്ചു വരാം. സോ ഗൈസ് സെയിം ടൈമിൽ രണ്ട് ഞാൻ ബൂട്ട് ചെയ്യാൻ പോവാണ്. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, ഏതാണ് ഫസ്റ്റ് ഓൺ ആവണേ നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാ സെറ്റപ്പും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റ് പിന്നും ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുകയാണ്. ഓക്കെ, MIUI വേഴ്സസ് റിയൽമി UI. യെസ്, സോ ഗൈസ് റിയൽമി GT മാസ്റ്റർ ആണ് ക്വിക്കർ. ഓക്കെ, ഒരു 2 to 3 seconds ടൈം ഡിലേ എടുത്തു രണ്ടിനും. സോ നമ്മുടെ Mi 11X-ന്. സോ ഗൈസ് ഇപ്പോൾ എല്ലാം ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ കണ്ടോ,
രണ്ടും AMOLED ഡിസ്പ്ലേസ് ആണ്. 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉണ്ട്. ഓക്കെ, ഉണ്ടോ? രണ്ടും നല്ല സ്മൂത്ത് ഉണ്ടോ? രണ്ടിനും സെറ്റിങ്സ് കാണിച്ചു തരാം. ഓക്കെ, സെറ്റിങ്സ് ഡിസ്പ്ലേ refresh rate 120 Hz and meanwhile display and brightness more refresh rate high refresh screen rate ഉണ്ട്. രണ്ടും 120 Hz ഹൈ ആണ്. 120 Hz ഇത് 120 Hz തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇതിന് ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ 6.43 ഇഞ്ചാണ് നമ്മുടെ റിയൽമി GT മാസ്റ്റർ ആൻഡ് ഇത് 6.67 ഇഞ്ചാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൾ ദ 1300 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകും. ഇത് 1000 നിറ്റ്സ് ആണ് എൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. കണ്ടോ, ഇതാണ് എൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കാണുമ്പോഴല്ലോ. ഓക്കെ, ഇത് കണ്ടോ, കുറച്ചും കൂടി ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൂടുതലുണ്ട്. 1300 നിറ്റ്സ് വേഴ്സസ് നമുക്കൊരു 1000 നിറ്റ്സ് ആണ് വരിക. ഓക്കെ, സോ ഗൈസ് നമ്മൾ ഡിസ്പ്ലേ കമ്പാരിസൺ. സോ നമ്മുടെ റിയൽമി GT മാസ്റ്റർ 1080 ഒരു 2400 ആണ് ഇതിൻ്റെ പിക്സൽസ് വരുന്നത്. 409 pp വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് മീൻ വൈൽ നമ്മുടെ ഇത് വരുന്ന ഓൾമോസ്റ്റ് സെയിം തന്നെ. അതും ഫുൾ 1080 2400 ഇച്ചിരി PP പറയുന്നത് 395 pp ആണ് വരിക. പക്ഷെ രണ്ടും ഷാർപ്പ് ആൻഡ് ക്രിസ്പാണ്. ഞാൻ ഇച്ചിരി ക്ലോസ് ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതിനകത്തൊരു വിന്നറെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്കുള്ള പരിപാടിയാണ്. ആൻഡ് ഞാൻ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് നമ്മുടെ Mi 11X ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം ജസ്റ്റ്. സോ നമ്മുടെ ഡിസ്പ്ലേക്കകത്ത് ഓക്കെ, സെറ്റിങ്സ് ഡിസ്പ്ലേ ഈ AI ഇമേജ് എഞ്ചിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സോ അതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഓൾ AI HDR എൻഹാൻസ്മെൻറ്റ് അത് നമുക്ക് ടേൺ ഓൺ ചെയ്യാം. അതിനോടൊപ്പം തന്നെ MEMC ഇത് മീൻസ് മോഷൻ എസ്റ്റിമേഷൻ മോഷൻ കമ്പൻസേഷൻ ആണ് സംഭവം പേര്. സോ ഇതിൻ്റെ എൻഹാൻസ്മെൻറ്റ് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുറഞ്ഞ ഒരു 30 ഫ്രെയിംസ് അല്ലെങ്കിൽ 35 ഫ്രെയിംസ് 24 ഫ്രെയിംസ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടും ഫ്രെയിം റേറ്റ്സ്. AIയുടെ ഹെൽപ്പോട് എക്സ്ട്രാ ഫ്രെയിംസ് ആയിട്ട് കുറച്ചും കൂടെ സ്മൂത്ത്നെസ് ആകും. ദാറ്റ് മീൻസ് നമ്മുടെ OnePlus 8 Pro ഇറങ്ങിയ ടൈമിലാണ് ഇതൊരു അത്യാവശ്യം ഹൈപ്പായി വന്ന സംഭവമാണ് MEMC. സോ അതിനകത്ത് അവൈലബിൾ ആണ്. സോ ഞാൻ ഈ AI HDR എൻഹാൻസ്മെൻറ്റും ഇതും കൂടെ അത് AI HDR എൻഹാൻസ്മെൻറ്റ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് ട്രൈ ഔട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കളറിനൊരു ചെറിയൊരു ഡിഫറൻസ് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ആ സെയിം പോർഷൻ ഒന്ന് കാണിച്ചു തരാം. സോ ഗൈസ് ഇത് സെയിം വീഡിയോ തന്നെയാണ്. ഓക്കെ, ഞാൻ ഇച്ചിരി ക്ലോസ് കൊണ്ടുവരാം. ആൻഡ് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചില സബ്ജക്ട്സിന് ഇപ്പോൾ ഗ്രീൻ ആണ് കുറച്ചും ഡീപ്പർ ഗ്രീൻ നമ്മുടെ Mi 11X വരുന്നുണ്ട്. ലൈറ്റ് ആയിട്ട് വലിയ ഡിഫറൻസ് ഇല്ല, നല്ല ലൈറ്റർ ആയിട്ടൊരു അഡ്വാൻസ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ചില സിനാരിയോസിൽ വരുമ്പോൾ മാത്രം. ബട്ട് ഓൾമോസ്റ്റ് നമ്മൾ അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തില്ല. ഇപ്പം നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ ഗ്രീൻ ഉണ്ടോ, നല്ല ഇച്ചിരി ഡീപ്പർ ഗ്രീൻ ആണ് നമുക്ക് അപ്പർ. ദാറ്റ് മീൻസ് ഉണ്ടോ ഇപ്പോൾ ഈ ആ മേലെ ടോപ്പ് പോർഷനൊക്കെ ഇച്ചിരി ഡീപ്പർ. ദാറ്റ് മീൻസ് ഉണ്ടോ ഈ ടോപ്പ് പോർഷൻ നല്ല ഗ്രീൻ ഡീപ്പറാണ്. ഇത് ഇച്ചിരി പെയിലാണ് ഫീൽ ചെയ്യുന്നത്. പെയിൽ എന്ന് വെച്ചാൽ ആക്ച്വൽ ശരിക്കും ഷാർപ്പ് തന്നെയാണ്. ബട്ട് ഇൻ കമ്പാരിസൺ ആയിട്ട് ഞാൻ പറയണേ. ഓക്കെ, നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് ചെറിയൊരു ഡിഫറൻസ് ഇച്ചിരി ടഫ് ടു ഫൈൻഡ് ആണ്. സോ ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് പറയാം. ബട്ട് ആ മോഡ്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ Mi 11X. സോ ഇത് നമുക്ക് ഫൈനൽ ഔട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഉണ്ടോ ഈ ഒരു പോർഷൻ കണ്ടോ, ദാറ്റ് മീൻസ് ആ റെഡ് പോർഷൻ കണ്ടോ, ഇത് ഇച്ചിരി ഡീപ്പ് റെഡ്. ദാറ്റ് മീൻസ് ഒരു സ്ലൈറ്റ് ഈ രണ്ട് ഗ്രീൻ കണ്ടോ, ഇത് ഇച്ചിരി കാര്യം പെയിൽ ഗ്രീൻ, ഇത് ഇച്ചിരി ഡാർക്ക് ഗ്രീൻ. ശ്രദ്ധിച്ചറിയാൻ രണ്ട് സ്ഥലവും. ഓക്കെ, സോ ആ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ എനിക്ക് ഡിസ്പ്ലേ സെഗ്മെൻറ്റ് എനിക്ക് കുറച്ചും കൂടെ ലൈറ്റായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ Mi 11X. ബട്ട് ഓൾമോസ്റ്റ് ഒരു 2 to 5% ഡിഫറൻസ് ഉള്ളൂ എൻ്റെ ഒരു നോട്ടത്തിൽ. അതൊരു നെഗ്ലിജിബിൾ ആണ്, സോർട്ട് ഓഫ് നെഗ്ലിജിബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഒരു ഹാപ്പി ടു ഹാവ് ദാറ്റ് എന്നൊരു ഫീച്ചറാണ് നമുക്ക് നമ്മുടെ Mi 11X ഉള്ളത്. ഓക്കെ, പിന്നെ 1300 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ Mi 11X-നകത്ത് HDR10+ വരുന്നുണ്ട്. പിന്നെ ആ AI മോഡ്സ് MEMC ടെക്നോളജി ഇത്രയും കാര്യങ്ങളുള്ളത് കാരണം ഞാൻ ഡിസ്പ്ലേയുടെ ഏരിയസിൽ ഞാൻ വിൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Mi 11X-നാണ്. ഇനി നെക്സ്റ്റ് സ്പീക്കർ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സോ ഗൈസ് ഓഡിയോ പ്ലേബാക്ക് ആണ്. ആൻഡ് ഇതിനകത്ത് സിംഗിൾ സ്പീക്കർ വേഴ്സസ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. സോ ജസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓഡിയോ കേട്ടല്ലോ. ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ Mi 11X
ഓക്കെ ഗൈസ്, സോ ക്ലിയർ വിന്നർ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി. സോ മീനോണക്സ് ആണ് ഗൈസ് ക്ലിയർ വിന്നർ എന്ന് വെച്ചാൽ ക്ലിയർ കട്ട് വിന്നർ, ഒന്നും പറയാനില്ല. നല്ല നല്ല ലൗഡ്നെസ്സും ഉണ്ട്, നല്ല സ്റ്റീരിയോ എഫക്റ്റും ഉണ്ട് നമുക്ക് മീനോണക്സിന്. മീൻ വലിയൊരു ആവറേജ് സ്പീക്കർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ 20K ഓക്കെ എന്ന് ഞാൻ പറയും. ബട്ട് ഇത് ഇൻ കമ്പാരിസൺ ഞാൻ നമ്മുടെ മീ11X തന്നെ ആയിരിക്കും കൊടുക്കുക. സോ ഗൈസ് നെക്സ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഓരോ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ബാക്ക് അടിക്കുക, റീസൺസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. നോർമലി പഴയ ഫോൺസൊക്കെ വൈബ്രേഷൻ ആണ്. ഇപ്പോൾ നമുക്കൊരു ടാക്ടൈൽ എഞ്ചിൻ നമ്മുടെ GT മാസ്റ്റർ. ഇതിനകത്തൊരു എക്സാക്സിസ് ലീനിയർ മോട്ടർ എന്ന് പറഞ്ഞ സംഭവമാണ്. സോ ഏതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും രണ്ടും വൈബ്രേഷൻ ടൈപ്പ്, നോർമൽ സോർട്ട് ഓഫ് വൈബ്രേഷൻ അല്ല, രണ്ടും ഒരു ഹാപ്റ്റിക് നല്ലൊരു ടാക്ടൈൽ എഞ്ചിൻ തന്നെയാണ്. ബട്ട് സോർട്ട് ഓഫ് കുറച്ചും കൂടെ റിഫൈൻഡ് ആൻഡ് അടിപൊളി, കുറച്ചും കൂടി ഇംപ്രഷൻ ഉള്ള ഹാപ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീ11Xന്റെ ഹാപ്റ്റിക്സ് ആണ്. ഇതും കുഴപ്പമില്ല കേട്ടോ, കുറച്ചും കൂടെ നൈസ്, രണ്ടും നൈസാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് ഒരു പ്രീമിയം സെഗ്മെന്റിൽ ഒരു ഹാപ്റ്റിക് പോലെ ഫീൽ ചെയ്യും നമ്മുടെ മീ11Xന്റെ ആണ്. കാരണം നല്ല ആ ഒരു യൂസ് ഇന്റർഫേസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ നല്ലൊരു രസമുള്ള ഹാപ്റ്റിക്സ്, നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് ഫീൽ കിട്ടുന്ന ഒരു ഹാപ്റ്റിക്കാണ് നമ്മുടെ മീ11Xന്റെ വരുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് മെയിൻ കാര്യത്തിട്ട് പോവാം, അതായത് നമ്മുടെ ചിപ്സെറ്റ്. സോ സ്നാപ്ഡ്രാഗൺ 870 ആണ് നമ്മുടെ മീ11X ആൻഡ് മീൻ വലിയ ഇത് സ്നാപ്ഡ്രാഗൺ 778 ആണ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചിപ്പിനെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ CPU ത്രോട്ട് ടെസ്റ്റ് ചെയ്യാം. സോ CPU ത്രോട്ട് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമൽ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. ബട്ട് ഒരു 15 മിനിറ്റ് അരമണിക്കൂർ കളിച്ച് ചെയ്യുമ്പോഴത്തേക്കും പെർഫോമൻസ് ഡ്രോപ്പ് ആവും, അതോടൊപ്പം FPS ഡ്രോപ്പ് ആവും. സോ ഇതിൻ്റെ CPU രണ്ടിൻ്റെയും CPU ത്രോട്ട് ടെസ്റ്റ് ചെയ്യാം. സോ ഗൈസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ CPU ത്രോട്ട് ടെസ്റ്റിൻ്റെ സ്കോർ. സോ 100% 78% പെർഫോമൻസ് ഡ്രോപ്പ് സംഭവിച്ചു നമ്മുടെ സ്നാപ്ഡ്രാഗൺ 870ക്ക്. ആൻഡ് നമ്മുടെ റിയൽമി GT മാസ്റ്റർ സ്നാപ്ഡ്രാഗൺ 778 ജസ്റ്റ് 90, വെറും 6% ഡ്രോപ്പ് ആയി. സോ അടിപൊളി കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ്. സോ ഇത് കണ്ടോ, ഗ്രാഫ് കണ്ടോ, ഗ്രീൻ തന്നെ ഇത് കണ്ടോ, ഗ്രാഫ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് യെല്ലോ വന്നത്. ദാറ്റ് മീൻസ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ CPU ത്രോട്ടിലായിട്ട് പെർഫോമൻസ് കുറഞ്ഞതാണ് ഈ സംഭവിച്ചത്. ബട്ട് ഇത് നമ്മുടെ ഗ്രാഫ് എപ്പോഴും ഗ്രീൻ തന്നെയാണ് നിൽക്കുന്നത്. സോ എന്താണ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഒരു പെർഫോമൻസ് കിട്ടുന്നത് നമ്മുടെ റിയൽമി GT മാസ്റ്ററിലാണ്. കണ്ടിന്യൂസ് ഗെയിമിങ്ങിൽ അടിപൊളി പെർഫോമൻസ്, ദാറ്റ് മീൻസ് കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ഉദ്ദേശിച്ചത്. ബട്ട് പീക്ക് പെർഫോമൻസും ഗെയിമിങ്ങിന് അടിപൊളി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ മീ11X ആണ്. പക്ഷേ ഈ ഗെയിമിങ്ങിൻ്റെ സമയത്ത് ചെറിയൊരു വാം ഓർ ലൈറ്റ് ഹീറ്റിംഗിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു സംഭവം നമ്മുടെ മീ11Xൽ വരുന്നുണ്ട്. ഓക്കെ, അത് ഒബ്വിയസ്ലി ഫൈൻ ആണ്. ബട്ട് അതിൻ്റെ റീസൺ കൊണ്ടാണ്, ഈ ചൂടിൻ്റെ റീസൺസ് കൊണ്ടാണ് പെട്ടെന്ന് CPU ത്രോട്ടിലായിട്ട് പെർഫോമൻസ് ഡ്രോപ്പ് ആവുന്നത്. സോ നിങ്ങൾ കൺസിസ്റ്റന്റ് ഗെയിമിംഗ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചെറുതായിട്ട് പെർഫോമൻസ് ഡ്രോപ്പ് സംഭവിക്കും. ബട്ട് ഇതാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നോർമൽ പെർഫോമൻസിനൊക്കെ ഓൾമോസ്റ്റ് ഫൈൻ ആയിരിക്കും. കണ്ടിന്യൂസ് യൂസേജ് ആയാലും വലിയൊരു പെർഫോമൻസ് ഡ്രോപ്പ് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, നമ്മുടെ GT മാസ്റ്റർ. ബട്ട് ഏതാണ് പീക്ക് പെർഫോമൻസ്? ഫോർ ഷുവർ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 870 തന്നെയാണ് പീക്ക് പെർഫോമൻസ് കിട്ടു. സോ കണ്ടിന്യൂസ് പെർഫോമൻസിൽ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇതാണ്. ബട്ട് അതൊരു ഗെയിമിംഗ് സെഗ്മെന്റ് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത് 870 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നല്ല ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒബ്വിയസ്ലി ഇച്ചിരി ഹീറ്റ് ആവാണ്ട് അത്. ബട്ട് ഇത് നമ്മൾ ഇച്ചിരി ക്ലോക്ക് സ്പീഡ് കുറവ് കാരണം ഒബ്വിയസ്ലി ഇച്ചിരി ഓൺ ദ കൂൾ സൈഡാണ് നമ്മുടെ ഇത്. ബട്ട് സോ ഗെയിമറാണെങ്കിൽ ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ മീ11X തന്നെയാണ്. സോ ഗൈസ് നെക്സ്റ്റ് നമുക്ക് UFS സ്റ്റോറേജ് സ്പീഡ്സ് ചെക്ക് ചെയ്യാം. ബട്ട് UFS സ്റ്റോറേജ് സ്പീഡ്സ് ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും സർപ്രൈസിംഗ്ലി ഇതിൻ്റെ സ്കോർ വേറെയാണ്. ദാറ്റ് മീൻസ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാമിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇത് ശരിക്കും UFS 2.2 സ്റ്റോറേജ് ആണ് നമുക്ക് ഇതിന് വരുന്നത്. ബട്ട് ഇതിന് വരുന്നത് UFS 3.1 ആണ്. സോ നമുക്ക് സീക്വൻഷ്യൽ റൈറ്റ് ആൻഡ് റീഡ് സ്പീഡിൽ അത് റീഡ് സ്പീഡ് 15,679 ഇത് 19,832 വരുന്നുണ്ട്. ബട്ട് ഇൻ ടേംസ് ഓഫ് റാൻഡം ആക്സസിൻ്റെ സ്പീഡ്, അതായത് നമ്മുടെ റാമിൻ്റെ സ്പീഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് 11,000 ഇത് 17,069 വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ റാമിനകത്ത് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ GT മാസ്റ്ററിനും നമ്മുടെ സ്റ്റോറേജ് സ്പീഡ്സ് ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ നമ്മുടെ മീ11Xലാണ് ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എത്രയുണ്ടെന്ന് നോക്കാം. സോ സോ ഓപ്പൺ ചെയ്യാൻ രണ്ടിലും. ഓക്കെ, സോ രണ്ടും 120 ഹെർട്സിലാണ് ഇട്ടേക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റിയൽമി GT മാസ്റ്റർ സോ അപ്രോക്സിമേറ്റ്ലി 340 കിട്ടുന്നുണ്ട്. ബട്ട് ഇതിനകത്തൊരു മോഡുണ്ട്, ദാറ്റ് മീൻസ് നമ്മുടെ GT മോഡുണ്ട്, അത് ഓണാക്കുക. എന്നാൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഇപ്പോൾ ടു ബി എക്സാക്ട് 360 കിട്ടുന്നത്. മീൻസ് 360 മൈനസ് 120, ദാറ്റ് മീൻസ് 248 ഹെർട്സ് ആണ് ടച്ച് സാമ്പിൾ റേറ്റ് കിട്ടുന്നത്. ആൻഡ് മീൻ വൈൽ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ 460
റൗണ്ട് കിട്ടുന്നുണ്ട് ടോപ്പിൽ കണ്ടോ, നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചറിയാം. ഓക്കെ, ജസ്റ്റ് ഔട്ട് ഓഫ് സൂം ആകാം. ഓക്കെ, കണ്ടോ 460 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 460 വെച്ചാൽ 340 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ദാറ്റ് മീൻസ് കുറച്ചും ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൂടുതൽ നമ്മുടെ Mi 11X. സോ അപ്പോൾ ഗെയിമേഴ്സിന് കുറച്ചും അഡ്വാൻറ്റേജ് ഉണ്ട് ഇത് നോക്കുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, സോ 340 ഹെർട്സ് വേഴ്സസ് 240. സോ ഗെയിമേഴ്സിന് കുറച്ചും കൂടെ പട്ടപ്പട്ടയെന്ന് കുറച്ചും കൂടെ ക്വിക്ക് ആക്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ ഫോൺ എന്ന് വെച്ചാൽ നമ്മൾ Mi 11X. സോ നമ്മുടെ ഈ മെയിൻ കാര്യം 870 പ്ലസ് നമ്മുടെ UFS 3.1 പ്ലസ് നമ്മുടെ ഈ ടച്ച് സാമ്പിളായിട്ട് ഒരു 100 ഹെർട്സിൻ്റെ കൂടുതൽ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ ഗെയിമിങ്ങിന് ഇത് പെർഫെക്റ്റ് ആണ്. ബട്ട് ആ റാമിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സീക്വൻഷ്യൽ ഡൗട്ട് കൊടുക്കും. കാരണം റാമിൻ്റെ സ്പീഡ് ഇവിടെയാണ് ഇച്ചിരി കൂടുതൽ കാണിച്ചത്. ആക്ച്വലി എക്സാക്ട് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡ് നമ്മുടെ Mi 11Xനേക്കാളും കുറച്ചും കൂടെ സ്പീഡ് കാണിച്ചത് നമ്മുടെ Realme GT മാസ്റ്ററിനാണ്. ഓക്കെ, ബട്ട് ഇതൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ Mi 11Xന് ചെറിയതായിട്ട് സോർട്ട് ഓഫ് എന്താ വാം സൈഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറ യൂസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഗെയിമിംഗ് കളിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ഒരു സോർട്ട് ഓഫ് നമ്മുടെ ഒരു വാം വരും. സോ ഗെയിമിങ് എസ്പെഷ്യലി അത് കൂടുതലായിരിക്കും. സോ ഇൻ അക്കോർഡൻസ് ടു ദാറ്റ് ആ സെയിം സമയത്ത് തന്നെ ഇച്ചിരി ചൂടായിട്ട് പെർഫോമൻസ് ഡ്രോപ്പ് സംഭവിക്കും. സോ കണ്ടിന്യൂസ് ഗെയിമിങ്ങിന് ഒരു 30 മിനിറ്റ്സ് വരെയൊക്കെയാണ് പെർഫെക്റ്റ് ആയിട്ട് കളിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒബ്വിയസ്ലി ഒരു ഗ്യാപ്പിട്ട് കളിച്ചില്ലെങ്കിൽ ഫോണിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഡ്രോപ്പ് ആവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഗെയിമിംഗ് സെഗ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ. ഓക്കെ, സോ ഇതിൻ്റെ ക്യാമറാസ് ഞാൻ റിയർ ക്യാമറ എനിക്ക് ഒരു തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ഒരു അടിപൊളിയാണെന്ന് പറയണ രണ്ട് ക്യാമറാസും അടിപൊളിയാണെന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് മെയിൻ കാര്യം വെച്ചാൽ രണ്ടിലും OIS ഇല്ല. ഈ രണ്ട് ക്യാമറാസിനും OIS ഇല്ല. ആൻഡ് ജസ്റ്റ് സ്പെക്ക് പറയാൻ ഞാൻ ജസ്റ്റ് 64 MB ക്യാമറയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്. ഇത് 48 MB. ആൻഡ് ദ നെക്സ്റ്റ് രണ്ടും ഒരു 8 MB അൾട്രാ വൈഡ്. ആൻഡ് രണ്ടും നല്ല മാക്രോ ക്യാമറ എന്ന് പറയും. ഇതൊരു 2 MB മാക്രോ ക്യാമറ, ഇതൊരു 5 MB. രണ്ടും യൂസ്ഫുൾ മാക്രോ ക്യാമറാസ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം സാധാരണ ഒരു തേർഡ് ക്യാമറ ജസ്റ്റ് ഒഴിവാക്കാവുന്ന ഒരു ക്യാമറയാണ്. ബട്ട് ഇത് എടുത്ത് പറയേണ്ട രണ്ടും നല്ല മാക്രോ ക്യാമറാസ് ആണ്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ സാമ്പിൾസ് ഇട്ട് വരാം. ആൻഡ് രണ്ടിനും OIS ഇല്ല. ബട്ട് സോർട്ട് ഓഫ് ഓക്കെ എന്നുള്ള രീതിയിലാണ് സ്റ്റെബിലൈസേഷൻ വരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ മോഡ്സ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് സ്റ്റെബിലൈസേഷൻ മോഡ്സ് ഒക്കെ നമ്മുടെ Realme GT മാസ്റ്ററിന് ഉണ്ട്. ഓക്കെ, ബട്ട് ഫ്രണ്ട് ക്യാമറ ഒരു രക്ഷയില്ല. നമ്മുടെ GT മാസ്റ്ററിൻ്റെ ഫ്രണ്ട് ക്യാമറ നൈസാണ്. കാരണം ഞാൻ നമ്മുടെ OnePlus Note 2 ആയിട്ടുള്ള കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. Note 2ൻ്റെ ഒപ്പം ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആയിരുന്നു നമ്മുടെ ഈ GT മാസ്റ്ററിൻ്റെ ക്യാമറ കമ്പാരിസൺ. നമ്മുടെ ബൊക്കെ വീഡിയോ എഫക്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ ഫ്രണ്ട് ക്യാമറാസിന് ഞാൻ ക്ലിയർ വിന്നർ കൊടുക്കുക നമ്മുടെ GT മാസ്റ്ററാണ്. 32 MB ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത്. വേഴ്സസ് ഇത് വരും ജസ്റ്റ് 20 MB. ഓക്കെ ആവറേജ് ടു ഓക്കെ ക്യാമറ എന്നാണ് പറയണേ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അത് സോർട്ട് ഓഫ് പേഴ്സണൽ ചോയ്സ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ എനിക്കൊരു അടിച്ചൊരു കാര്യം, ബാഡല്ല, ഞാൻ കുറച്ച് സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സാമ്പിൾസിൽ കാരണം ഈ നമ്മുടെ Mi 11Xൻ്റെ ഫോട്ടോസ് ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ആ യെല്ലോസൊക്കെ ഇങ്ങനെ ഷാർപ്പൺ ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ആ ഗ്രീനൊക്കെ ശ്രദ്ധിച്ചോ, എക്സാക്ട് നാച്ചുറൽ കളറാണ് നമ്മുടെ GT മാസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര പഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നല്ല ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട് കളേഴ്സ്. ആ യെല്ലോസ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. ആ പൂവിൻ്റെ യെല്ലോ ഒക്കെ നല്ല ഷാർപ്പൻ ചെയ്ത നമ്മൾ ഇവിടെ നമുക്ക് ബ്ലർ പോലെ തോന്നും, അത്രയ്ക്ക് ഷാർപ്പൻ ആയിട്ടുണ്ട് ആ യെല്ലോസൊക്കെ. ഓക്കെ, സോ ഇച്ചിരി ഓവർ ഷാർപ്പനിങ് ഉണ്ട്. ബട്ട് നിങ്ങൾ ആ AI മോഡൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു സ്കൈഡ് ഇമേജ് ആണെങ്കിലും കുറച്ച് എന്താ പറയുക വെച്ചാൽ ഇച്ചിരി ഒരു എന്താ പറയുക, കളേഴ്സ് ടു ബി റിയൽ ലൈക്ക് എന്ന് ഞാൻ പറയുന്ന കളേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ GT മാസ്റ്റർ തന്നെയാണ്. ഇത് ഇച്ചിരി ഒരു ആ ബ്ലൂ ഒക്കെ ഉണ്ടോ, കുറച്ചും കൂടി ഡീപ്പ് ബ്ലൂ ആക്കിയിട്ടുണ്ട്. അത് സെയിം സംഭവം ഓവർ ഷാർപ്പനിങ് തന്നെ സംഭവിച്ചു. കോൺട്രാസ്റ്റ് ഒക്കെ ഇച്ചിരി കൂട്ടി ട്രൈ ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതൊരു അൾട്രാ വൈഡ് വേറെ ഷോട്ടാണ്. ഇവിടെയും സെയിം സംഭവം, എക്സാക്ട് നാച്ചുറൽ ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ബട്ട് ചിലർക്ക് പേഴ്സണൽ പ്രിഫറൻസ് കുറച്ചുകൂടെ പഞ്ചി കളേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇത് ചൂസ് ചെയ്യാം. ബട്ട് ഇതിൻ്റെ സോർട്ട് ഓഫ് നിങ്ങൾ പഞ്ചിയുടെ നെക്സ്റ്റ് പഞ്ചി × 2 എന്ന് പറയാം, അങ്ങനത്തെ ഒരു കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വേറെ കുറച്ച് ഷോർട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ കാര്യം സ്റ്റെബിലൈസേഷൻ. ഓക്കെ, സോ നമുക്ക് രണ്ടിൻ്റെയും ജസ്റ്റ് ആദ്യം ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നോക്കാം. Mi 11X ഓക്കെ, ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ ഓടിയേക്കണേ. OIS ഇല്ലാത്തതിൻ്റെ പ്രശ്നം രണ്ടിലും കാണാനുണ്ട്. ഓക്കെ, ബട്ട് ഒന്നോടെ ജസ്റ്റ് രണ്ടും സെയിം കയ്യിൽ വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് രണ്ടും ഒരേ സമയത്ത് തന്നെ എടുത്ത വീഡിയോ ആണ്.
ഓക്കെ, എനിക്ക് കുറച്ചിങ്ങനെ ഇഷ്ടപ്പെട്ട സ്റ്റെബിലൈസേഷൻ നമ്മുടെ റിയൽമി GT മാസ്റ്റർ ആണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ ഇച്ചിരി ഇങ്ങനെ ഷെയ്ക്കി വരുന്നുണ്ട്. ഇപ്പം ടോപ്പിൽ നമ്മുടെ Mi 11Xും താഴെ നമ്മുടെ GT മാസ്റ്റർ കേട്ടോ. ഉണ്ടോ, ലൈറ്റായിട്ടേ പറയാനുള്ളൂ. രണ്ടും OS ഇല്ലാത്തതിൻ്റെ രണ്ടും ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി അവർ തമ്മിൽ ഒരു കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് എടുത്തേക്കണം തോന്നുന്നത് നമ്മുടെ GT മാസ്റ്റർ ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ 64 MB മോഡ് വേഴ്സസ് 48 MB, ഇത് 64 MB ആണ്. സോ എത്രത്തോളം ക്ലോസ് ആണെന്ന് നോക്കാം സബ്ജക്റ്റ് ഉണ്ടോ, അത്രയും ക്ലോസ് ആയി. ആൻഡ് മീൻ വൈൽ ഉണ്ടോ, രണ്ടും ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടോ, കണ്ടോ, കൊള്ളുണ്ടോ, ഉണ്ടോ. ഓക്കെ, 48 MB വേഴ്സസ് 64 MB എന്ന് പറയില്ല, രണ്ടും നല്ല ക്ലോസ് ആയിട്ടുണ്ട് സബ്ജക്റ്റ്. ആൻഡ് ഇത് നമ്മുടെ ഒരു AI വെച്ചിട്ട് ഞാൻ എടുത്ത ഫോട്ടോയാണ്. കണ്ടോ, ഇതിൻ്റെ ആ ഡീപ്പർ ഗ്രീൻ കണ്ടോ, നല്ല ഡീപ്പറായിട്ട് കളേഴ്സ് എന്നൊക്കെ പറയുന്നത് നല്ല ഷാർപ്പ്, ഇച്ചിരി ഓവർ സെറ്റഡ് എന്ന് വേണം എൻ്റെ ഒരു നിഗമനത്തിൽ പറയാം. കുറച്ച് ഷാർപ്പ്നെസ് എനിക്ക് ഇച്ചിരി ഇത് കുറച്ച് ഇച്ചിരി കൂടി ഓവർ ഷാർപ്പ്നെസ് ആയിപ്പോയി. ആൻഡ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ യൂസ്ഫുൾ മാക്രോ ക്യാമറാസ് എന്ന് പറഞ്ഞ കാര്യം, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതൊരു മാക്രോ ഷോട്ടാണ് കേട്ടോ. ആ വെള്ളത്തുള്ളിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ആൻഡ് മീൻ വല സെയിം മാക്രോ ഷോട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. രണ്ടും ബട്ട് ആ 5 MB വേഴ്സസ് 2 MB ഡിഫറൻസ് കാണാനുണ്ട്. കാരണം കുറച്ചും കൂടെ നമുക്ക് ആ ഡീറ്റെയിലും കിട്ടുന്നുണ്ട് ഇതിനകത്ത്. 2 MB ആകുമ്പോൾ കുറച്ചൊരു ഇതുണ്ട്. ബട്ട് സ്റ്റിൽ രണ്ടും നല്ല യൂസ്ഫുൾ രീതിയിലുള്ള മാക്രോസും എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ക്യാമറ UI കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് കാണിക്കുന്നതിന് മുമ്പ് ഒരു ഷോട്ടോടെ കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടിട്ട് സോറി, ഇത് സെയിം ഷോട്ട് തന്നെയാണ്. നമുക്കൊരു ഇവിടുത്തെ ഡീറ്റെയിലിംഗ് ഉണ്ട്, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് പക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ നമുക്ക് ആ ഡിസ്ക് ബ്രേക്കിൻ്റെ അവിടെ മാക്സിമം സൂം ചെയ്ത് നോക്കാം. രണ്ടും കണ്ടോ, കുറച്ചും കൂടെ ക്ലോസ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഇതാണ് കേട്ടോ, Mi 11X ആണ്. ബട്ട് സ്റ്റിൽ രണ്ടും നല്ല ക്വാളിറ്റിയും ഡെപ്തും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില സിനാരിയോസ് എനിക്ക് തോന്നുന്നു AI ഡിറ്റക്ട് ചെയ്യുന്ന AI ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാച്ചുറേഷൻ കുറയും. AI ഡിറ്റക്ട് ചെയ്തെടുക്കുന്ന സിനാരിയോസൊക്കെ ചുമ്മാ പഞ്ചി ആക്കിയിട്ട് അവരങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. ആൻഡ് ഫ്രണ്ട് ക്യാമറ ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞ പോലെ തന്നെ എനിക്ക് നമ്മുടെ GT മാസ്റ്ററാണ് ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഫൈനലി മൂവ് ടു ദ ലാസ്റ്റ് സ്പെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ്. സോ 4300 നമ്മുടെ GT മാസ്റ്റർ വരുന്നത്, ഇത് 4520. ബട്ട് അവിടെ കോമ്പൻസേറ്റ് ചെയ്തത് 66 വാട്ട് ചാർജ്, 65 വാട്ട് നമ്മുടെ സൂപ്പർ ഡാറ്റ് ചാർജ് വരുന്നുണ്ട്. വേഴ്സസ് 33 വാട്ടാണ് ചാർജ് വരിക. ഇത് ജസ്റ്റ് 1 to 100 ജസ്റ്റ് അരമണിക്കൂറിലാവും. ഇത് ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 45-50 മിനിറ്റ്സ് അറൗണ്ട് 45 മിനിറ്റ്സ് അറൗണ്ട് എടുത്തു. എനിക്കൊരു അപ്രോക്സിമേറ്റ് ആട്ടോ, എക്സാക്ട്ലി അല്ല, ടു ബി അറൗണ്ട് 45 മിനിറ്റ്സ് അറൗണ്ട് എടുക്കും ഇത് ഫുൾ ചാർജ് ആവാൻ. 45 റേഞ്ച് അറൗണ്ട്. ആൻഡ് ഇത് ജസ്റ്റ് 30 മിനിറ്റ്സ് നമുക്ക് ഫുൾ ചാർജ് ആവും. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം. ആൻഡ് ഇനി ഒരു കൺക്ലൂസീവായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾ ഹൈ എൻഡ് ഗെയിമർ, ഐ റിപ്പീറ്റ് ഹൈ എൻഡ് ഗെയിമർ പ്ലസ് ഒരു മീഡിയ ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ വീഡിയോസ് കാണാനും ഓഡിയോ കേൾക്കാനും ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് യൂസർ, ഹൈ എൻഡ് ഗെയിമർ പ്ലസ് ഈ ഓഡിയോ വീഡിയോ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗോ ഫോർ ദിസ് ഗൈ. അടിപൊളിയാണ്. ഇതിൻ്റെ കോൺസ് എന്ന് പറയാനായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബട്ട് എടുത്ത് പറയേണ്ട അങ്ങനെ കാര്യങ്ങൾ ഇച്ചിരി ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നി. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OS ഇല്ലാത്തതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ ഇഷ്യൂ. ഓക്കെ, പിന്നെ ഓൾമോസ്റ്റ് ഞാൻ സക്സസ് ആണ്. പിന്നെ UI ചെറിയ ആഡ്സും കാര്യങ്ങളും ബഗ്സും അങ്ങനെ ലൈറ്റായിട്ട്. ബട്ട് UI എനിക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നി എനിക്ക് ഇത് തന്നെയാണ് നമ്മുടെ റിയൽമി GT മാസ്റ്ററാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് കൺക്ലൂസീവായിട്ട് വരാം. പിന്നെ നോർമൽ യൂസ് ആണ്, പിന്നെ കുറച്ച് ലൈറ്റ് ഗെയിമിങ്ങേ ഉള്ളൂ. പിന്നെ കൂടുതലും എന്താണ് നിങ്ങളൊരു യുണീക്ക് ഡിസൈനൊക്കെ പ്രിഫർ ചെയ്യണം അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെയാണ്. പിന്നെ സെൽഫി ക്യാമറ അടിപൊളി വേണം അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് GT മാസ്റ്റർ. കാരണം രണ്ടും ഈ പ്രൈസിന് വാല്യൂ ഫോർ മണി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ. സോ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കൺക്ലൂഷൻ പറയാം. സോ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ GT മാസ്റ്റർ, കാരണം യൂണിക് ഡിസൈനാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് കാര്യം വെച്ചാൽ നമ്മുടെ ബിൽഡ് ക്വാളിറ്റി ഒബ്വിയസ്ലി കോഡിംഗ് ക്ലാസ് 5 ബാക്ക് IP53 റേറ്റിംഗ് സ്പ്ലാഷ് ടെസ്റ്റ് ഉണ്ട്. സോ ഒബ്വിയസ്ലി എനിക്ക് ബിൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ Mi 11X ആണ്. നെക്സ്റ്റ് ഡിസ്പ്ലേ എനിക്ക് ഒബ്വിയസ്ലി നമ്മുടെ Mi 11X ആണ്. കാരണം ആ AI മോഡ്സ് എലോങ് വിത്ത് നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ 1300 പീക്ക് ബ്രൈറ്റ്നസ് HD 10+. സോ നമ്മുടെ ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഓഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. UI എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ GT മാസ്റ്ററിൻ്റെ UI ആണ്. ആൻഡ് ഹാപ്റ്റിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത് Mi 11X, നല്ല ഹാപ്റ്റിക് ഇംപ്രഷൻ കാര്യമാണ്. പ്രൊസസർ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. ഒറ്റ പ്രശ്നം വെച്ചാൽ CPU തോടിലാവുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ഹീറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉള്ള കാരണം. ബട്ട് അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഇമ്പ്രൂവ് ആവും. അത് ഒറ്റൊരു കാര്യങ്ങൾ വെച്ച് അടിപൊളിയാണ്. സ്നാപ്ഡ്രാഗൺ 870 അതൊരു ക്ലോക്ക് സ്പീഡ് കൂടുതലായതുകൊണ്ടാണ്.
ആൻഡ് നെക്സ്റ്റ് എൻ്റെ റിയർ ക്യാമറ ഓൾമോസ്റ്റ് സെയിം എന്ന് പറയും, ബട്ട് ഒരു കുറച്ചും കൂടെ നൈസായിട്ട് മോഡ്സ് ഒക്കെ വെച്ച് സ്റ്റെബിലൈസേഷൻ ഉള്ളത് നമ്മുടെ ഇതിനകത്താണ്. റിയർ ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ് ഉദ്ദേശിച്ചത്. ഫ്രണ്ട് ക്യാമറ ഒബ്വിയസ്ലി ക്ലിയർ വിന്നർ ഇവിടെയാണ് നമ്മുടെ ഇത്. സോ പിന്നെ ബാറ്ററി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ബാറ്ററിയും ബാറ്ററിക്ക് ഒരു പോയിന്റ് ഇവിടെ കിട്ടുമ്പോൾ ചാർജിന് ഒരു പോയിന്റ് ഇവിടെ കിട്ടുന്നു. ആൻഡ് ഫൈനലി 5G ബാൻഡ്സ്. ഓക്കെ, സോ അതൊരു കുറേ പേര് നോക്കണം, 2 5G ബാൻഡ്സ് വേഴ്സസ് 8 5G ബാൻഡ്സ്. സോ കുറച്ചും കൂടെ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് വരുന്നത് നമ്മുടെ റിയൽമി GT മാസ്റ്റർ ആണ്. ആൻഡ് ഫൈനലി മൂവിങ് ടു ദ സ്റ്റോറേജ് സ്പീഡ്സിൻ്റെ കാര്യം പറഞ്ഞു. സ്റ്റോറേജ് സ്പീഡ് കുറച്ചും കൂടെ കൂടുതൽ നമ്മുടെ UFS 3.1 വേഴ്സസ് UFS 2.2 ആണ്. പിന്നെ റാം എനിക്ക് നേരെ തിരിച്ചാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊരു കൺക്ലൂസീവായിട്ട് വെക്കുക. സോ ഫൈനലി നമുക്കൊരു സ്കോർ ചെയ്ത് വരുവാണെങ്കിൽ GT മാസ്റ്ററിന് 5 പോയിന്റ്സും Mi 11Xന് 7 പോയിന്റ്സ് ആണ്. സോ എൻ്റെ ഒരു പേഴ്സണൽ ഇഫ് ഐ ആം ദ ബയർ ഞാൻ Mi 11X ചൂസ് ചെയ്യാം നമ്മുടെ റിയൽമി GT മാസ്റ്റർ മുന്നേ. സോ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ഗെയിമിങ് അലോങ് വിത്ത് ഡിസ്പ്ലേ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഞാൻ മീഡിയ എക്സ്പീരിയൻസ് മെയിൻ ആണ്. സോ ഞാൻ Mi 11X ചൂസ് ചെയ്യും. സോ ഗൈസ്, അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് Mi 11Xൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഞാൻ GT മാസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത്ര ഉള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.